ഗുഡ് മോർണിംഗ്. ഹാപ്പി ഉത്രാടം, ഹാപ്പി ഒന്നാം ഓണം. നാളെ തിരുവോണമാണ്. അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് ഉത്രാടപ്പാച്ചിൽ നടത്തുന്ന ദിവസമാണ്. അതായത് വീട്ടിലെ സാധനങ്ങൾ, പച്ചക്കറി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഷോപ്പ് ചെയ്തിട്ടില്ലാത്തവർ ഓടിച്ചെന്ന് വാങ്ങുന്നതിനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഈ ഉത്രാടപ്പാച്ചിൽ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രത്ത് മാത്രം പറയുന്നതാണോ എന്നറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്രാടപ്പാച്ചിൽ ട്രിവാൻഡ്രത്ത് മാത്രമാണ് പറയുന്നതെന്ന് അറിയില്ല എന്ന്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ കേരളം ഫുൾ പറയുന്ന കാര്യമാണ് ഉത്രാടപ്പാച്ചിൽ. അപ്പോൾ ഇന്ന് ഉത്രാടപ്പാച്ചിൽ നടത്തേണ്ട ദിവസമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് പുതിയ കലണ്ടർ കിട്ടുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ഓണം, പിന്നെ ഇതുപോലുള്ള കുറേ സ്പെഷ്യൽ ഡേയ്സാണ്. നമ്മുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെയൊക്കെയുള്ള കുറേ സ്പെഷ്യൽ ഡേയ്സ് ആട്ടോ. ഓണം വരാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും ഇതുപോലെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഉത്സാഹം കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത ഇനി എന്നാ ഓണം എന്നുള്ളത് ചിന്തയിലായിരിക്കും. എന്തായാലും നമ്മുടെ ട്രിവാൻഡ്രം ഒരുങ്ങിക്കഴിഞ്ഞ ഓണത്തിനായിട്ട് ഇത് ഞാൻ ഉത്രാടപ്പാച്ചിൽ നടത്തുന്നതെന്നല്ല കേട്ടോ, ഇത് വേറെ ദിവസം എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഈവനിങ് ഞാൻ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യും. ഉത്രാടത്തിന് എൻ്റെ തട്ടിക്കൂട്ടൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഒരു വിശേഷമുള്ളത്, നാളെ തിരുവോണമായിട്ട് ഞാൻ വീട്ടിലില്ല കേട്ടോ. ഞാനങ്ങ് കള്ളിക്കാട് വീട്ടിൽ പോകും. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഉച്ച ഊണ് സദ്യ എല്ലാം കഴിഞ്ഞ ശേഷം നേരെ തിരുപ്പതിയിലേക്ക് പോവാണ്. കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു. ഈ വർഷം അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ കള്ളിക്കാട് അമ്മ കൂടെ വരുന്നു എന്ന് പറഞ്ഞു. അമ്മയും കൂട്ടിയിട്ട് പോകാനാണ് പ്ലാന്. അപ്പോൾ എനിക്ക് ഉത്രാടപ്പാച്ചിലില്ല കേട്ടോ. വീട്ടിലെ സാധനങ്ങളെല്ലാം വാങ്ങി, ഇനി വാങ്ങാനുള്ള പച്ചക്കറി മാത്രമാണ്. അപ്പോൾ കുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് പച്ചക്കറി ഒന്നും വാങ്ങുന്നില്ല. വീട്ടിൽ ഒരു പായസം എല്ലാം വെച്ച ശേഷം ഞാൻ അങ്ങ് നേരെ കള്ളിക്കാട് വീട്ടിൽ പോകും കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്നായിരിക്കും. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് ഉത്രാടപ്പാച്ചിലില്ല, പക്ഷേ എങ്കിലും പായസം വയ്ക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് വിശേഷങ്ങളുണ്ട്. അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഈവനിങ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഓണം ഏതുവരെ എത്തി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ മുന്നേ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ കേട്ടോ. അത് ഞാൻ ഇതിൽ കൊടുത്ത് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ചീമയും കൂടി ലുലുവിലേക്ക് പോയി. ദീപ ചേച്ചി കുറച്ച് കാശൊക്കെ തന്നില്ലേ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട്. എനിക്കും വേദയ്ക്ക് എടുക്കാനായിട്ട് പൈസ തന്നിട്ടുണ്ടായിരുന്നു. ചീമയ്ക്കും സച്ചുവിനും പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീമയും സച്ചും വേറെ പോയി എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി കയ്യിൽ കാശിരുന്നാൽ പെട്ടെന്ന് ചിലവാകും, അതുകൊണ്ട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ലുലുവിൽ വന്ന് കുഞ്ഞൊരു ഷോപ്പിംഗ് കഴിഞ്ഞ ശേഷം അവിടെ പാൻറ്റലൂൺസിലൊക്കെ കയറി ഡ്രസ്സ് നോക്കി. പാൻറ്റലൂൺസിൽ കയറിയപ്പോൾ വേദയ്ക്ക് എനിക്ക് 2 ചപ്പൽ, നല്ല ഭംഗിയുള്ള ചപ്പൽ കണ്ടു. അത് ഇഷ്ടപ്പെട്ടു, അത് വാങ്ങി. വേറെ ഒന്നും അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മാക്സിൽ കയറി. എനിക്കൊരു ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ടോപ്പ് ഞാനതങ്ങ് വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇട്ടപ്പം ഭയങ്കര ഷേപ്പായിട്ടൊക്കെ കിടക്കുന്നു കേട്ടോ. പിന്നെ അതൊരെണ്ണം വാങ്ങി. അത് കഴിഞ്ഞ് വേദയ്ക്ക് ഞാനൊരു ഓറഞ്ച് കളറിലൊരു ടോപ്പ് ഒരു സാധനം വാങ്ങി. അത് കഴിഞ്ഞ് വേദയ്ക്കൊരു ഷോർട്ട്സും വാങ്ങി കേട്ടോ. ഇത്ര സാധനങ്ങൾ വാങ്ങി. ഏട്ടനൊരു ഷർട്ട് ചീമ എടുത്ത് കൊടുത്തായിരുന്നു. അത് പാൻറ്റലൂൺസിൽ നിന്നാണ് വാങ്ങിയത്. അത് ഞാൻ കാണിച്ചില്ല എന്ന് തോന്നുന്നു. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പ് ചെയ്ത് പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഷോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഈ വീഡിയോയുടെ കൂടെ ഞാൻ നമ്മുടെ ദീപചേച്ചിയുടെ വീട്ടിൽ നമ്മൾ ഓണം കാണാൻ പോയ വിശേഷം കൂടി ആഡ് ചെയ്യാണ്. ഫസ്റ്റ് ഞങ്ങൾ അന്ന് സ്മാർട്ട് ബസാറിൽ പോയ ദിവസം അവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞ ശേഷമാണ് ദീപചേച്ചിയുടെ വീട്ടിൽ പോയത്. പോകുന്ന വഴിക്ക് നമ്മുടെ ജി ബേക്കറിയിൽ നല്ല കിടിലം ദിൽക്കുഷ് കിട്ടും കേട്ടോ. ഫ്രഷ്ലി ബേക്ക്ഡ് ദിൽക്കുഷ്. ഒരു 2 മണി സമയമൊക്കെ ഇവിടെ വന്ന നല്ല ചൂട് നല്ല കിടിലം ദിൽക്കുഷ് കിട്ടും. സാധാരണ കടകളിൽ കിട്ടുമ്പോഴത്തെ ദിൽക്കുഷ് അല്ല. ട്രസ്റ്റ് മീ, കഴിച്ചിട്ടില്ലാത്തവർ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ജി ബേക്കറിയിലെ ദിൽക്കുഷ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. അവിടെ നിന്ന് അത് വാങ്ങി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മൾ സ്മാർട്ട് ബസാറിൽ നിന്ന് തന്നെ വാങ്ങി. ഈ വീഡിയോ ഒക്കെ ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഒന്നുകൂടെ ഞാൻ ഇടാണ്. അത് ഇതൊക്കെ ദീപചേച്ചിയുടെ അവിടെ കൊടുക്കാൻ വാങ്ങിയതാണ്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. വേറെ എന്തോ ചോക്ലേറ്റ്സ് ഒക്കെ മാമിക്ക് കൊടുക്കാനായിട്ട് വാങ്ങി. അങ്ങനെ ചിപ്സ് വാങ്ങി, നമ്മുടെ ശർക്കര വരട്ടി വാങ്ങി. അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ദീപചേച്ചി കൊടുക്കാനായിട്ട് വാങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് എടുത്ത് വെച്ചിരുന്ന ഡ്രസ്സ് ഇതുവരെ കൊണ്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് കൊടുക്കണം. അവരെപ്പോഴും നോക്കിയാലും ചേച്ചിയും ചേട്ടനും ഉണ്ടാവില്ല. കല്യാണം, പാല് കാച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ബിസി ആട്ടോ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഫ്രീ ആണ് എന്നറിഞ്ഞത് കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ട് പോയി. ഞങ്ങൾക്ക് കഴിക്കാനല്ല, അവർക്ക് കഴിക്കാനായിട്ട് വാങ്ങിയിട്ട് പോയതാട്ടോ. നമ്മൾ മിക്കവാറും എവിടെയെങ്കിലും ഇതുപോലെയൊക്കെ പോകുമ്പോൾ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിയിട്ട് പോകാറുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് ഓളവും ഉണ്ട്, ആഡംബരവും ഉണ്ട്. പിന്നെ അവർക്ക് ഈവനിങ് കഴിക്കാനാവുമല്ലോ. ഇവിടെ ചേച്ചിയുടെ അവിടെ നിന്നല്ല വേറെ എവിടെ പോയാലും ഇങ്ങനെയൊക്കെ വാങ്ങി പോകാറുണ്ട് കേട്ടോ. അങ്ങനെ പൊറോട്ടയും നമ്മൾ ടിക്കയും വാങ്ങി. പിന്നെ ചിക്കൻ കറിയും ചില്ലി ചിക്കനും വാങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ഓണം കാണാൻ ദീപചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. ഈവനിങ് ഞാൻ പറയില്ല, നമ്മുടെ ഉത്രാടത്തിന് എന്നുള്ള വിശേഷങ്ങൾ കാര്യങ്ങൾ കാണിക്കും. നാളെ ഞാൻ അടപ്പായസം വയ്ക്കുകയാണ്. അപ്പം എൻ്റെ വീട്ടിൽ അമ്മയ്ക്കും വയ്യാണ്ടിരിക്കുകയില്ല. അപ്പോൾ എൻ്റെ അമ്മയ്ക്കും കള്ളിക്കാട് അമ്മയും അവിടെ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ, 2 അമ്മമാർക്കും ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ അടപ്പായസം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു അവിടെ ചെന്നിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു.
പക്ഷേ തിരുവോണമായിട്ട് എന്തെങ്കിലും ഒന്ന് വീട്ടിൽ കുക്ക് ചെയ്യാണ്ട് പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കരുതി പായസം വയ്ക്കാം. സേമിയ വയ്ക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ അമ്മ അവിടെ അടപ്പായസം വയ്ക്കാൻ നിന്നതുകൊണ്ട് പിന്നെ ഞാൻ കരുതി അടപ്പായസം തന്നെ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ ഈവനിങ് അപ്ലോഡ് ചെയ്യും. അതൊന്നും മറക്കാണ്ട് കാണുക കേട്ടോ. അങ്ങനെ ചേച്ചിയുടെ അവിടെ വന്ന് ചേച്ചി വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. വേദ ഇങ്ങനെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വേദയ്ക്കുള്ള സാധനം ചേച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേദയ്ക്ക് പൊറോട്ടയും ചിക്കനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം വേദയ്ക്ക് കൊടുത്തു. നമുക്ക് പിന്നെ ചായ ഇടുകയാണ്. ആ പൊറോട്ടയും ചിക്കനിലും പകുതി ഞാനും കഴിച്ചു കേട്ടോ. ഷെയർ ഞാനും വേദയും 50-50 കഴിച്ചു. നമ്മൾ വാങ്ങിയിട്ട് പോയി അത് വേറെ. ഇത് അല്ലാണ്ട് അവിടെ ഉണ്ടായിരുന്ന സാധനമാണ് ഈ പൊറോട്ടയും ചിക്കനും കേട്ടോ. കോയിൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും അതും ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഞങ്ങളൊരു 4-4:30 ആയപ്പോഴാണ് പോയത്. ചേട്ടൻ വന്നില്ല. ചേട്ടൻ ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ മിലിറ്ററി ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ചേട്ടന് ഇന്ന് ഓണമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബിസിയാണ്. ചേട്ടൻ നല്ല ലേറ്റാവും, 7 മണിയൊക്കെ കഴിയുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എത്തുന്നതാണ്. പക്ഷേ ഇന്ന് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. എന്തായാലും ചേട്ടൻ വരുന്നവരെ ഒന്ന് മാക്സിമം വെയിറ്റ് ചെയ്യാമെന്ന് കരുതി, ഒരു 7 മണി വരെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ കുറേ സമയം ഇരുന്ന് കാര്യമെല്ലാം പറഞ്ഞു. ചേച്ചിക്ക് ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കേട്ടോ. ചിപ്സ്, ശർക്കര വരട്ടി, നട്ട്സ്, വാട്ടർമെലൺ എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് പോയി. മാതളം, ആപ്പിള് ഒക്കെ വാങ്ങിച്ചിട്ട് പോയി. എന്താ ഓർമ്മ കിട്ടുന്നില്ല. പൊറോട്ട, ചിക്കൻ ഫ്രൈ, പിന്നെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നപ്പോൾ അതൊരു വലിയ കഥ കേട്ടോ. ചേച്ചിക്ക് ഞാൻ എടുത്തുകൊണ്ട് കൊടുത്ത സെയിം കളറാണ് പ്രകാശ് ഏട്ടൻ്റെ ചേച്ചിയും എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അത് ഞാൻ റിട്ടേൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പ്രകാശ് ഏട്ടൻ്റെ ഷർട്ട് വല്ലാണ്ടങ്ങ് വലിയ സൈസാണ് എടുത്തുകൊണ്ട് വന്നത്. അതിനെയും എക്സ്ചേഞ്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇത് രണ്ടും ചെയ്യാമെന്ന് കരുതി ആ 2 സാധനവും തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പം പ്രകാശ് ഏട്ടൻ എത്തി. എന്നിട്ട് ചേട്ടൻ വന്ന് കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് കേട്ടോ ഞങ്ങൾ ഈ ഡ്രസ്സുമായിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് നെട്ടയത്ത് നമ്മൾ വേദയ്ക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് ചേച്ചി ഇട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് തരത്തില്ല കേട്ടോ. ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അപ്പോൾ ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ട്, അതെല്ലാം ചെയ്ത് നാളെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്ന് രാവിലെയുള്ളൊരു കുഞ്ഞ് വിശേഷം എന്ന് പറയുന്നത്. ബാക്കി വിശേഷം ഈവനിങ് വീഡിയോയിൽ.